ആദില ഔട്ടായപ്പോൾ നൂറയെ എല്ലാവരും സമാധാനിപ്പിക്കുകയാണ്. നൂറയ്ക്ക് ആദില 65 ദിവസത്തിൽ ഒരു ഒരു ഫ്രാങ്ക് അവിടെ ഉണ്ടായിരുന്നു ആദില ഔട്ടാവുന്നത്. എന്നിട്ട് ഒരു തുള്ളി കണ്ണുനീര് വരികയോ ഒന്ന് കരയുകയോ നല്ല സന്തോഷത്തോടെ നിന്ന നൂറയാണ് ഇപ്പോൾ 95-ാമത്തെ ദിവസം ഔട്ടായപ്പം കരഞ്ഞു കാണിക്കുന്നത്. ഇത് കരയൊന്നുമല്ല, ഇവരൊക്കെ വിചാരിക്കും ആ നൂറയ്ക്ക് ഒരുപാട് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അതിൽ ഔട്ടായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവിടെ നൂറയായിരിക്കും. കാരണം നൂറയ്ക്ക് ആ വോട്ടും കൂടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നൂറയെ കപ്പടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നൂറയ്ക്കുണ്ട്. പക്ഷെ അതിലേക്കതില്ല. അതിലെ കറക്റ്റായിട്ടൊക്കെയാണ് പറയുന്നത്. ശാരികയെ സമാധാനിപ്പിക്കുകയാണ്. ഇതൊക്കെ നീ മറക്കണം, അത് കുഴപ്പമില്ല, 5 ദിവസമല്ലേ ഉള്ളിനി. നമ്മൾ പാർട്ട്ണറായി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഒരു അകൽച്ചയോ പിരിഞ്ഞിരിക്കേണ്ടതൊക്കെ വരും. അതൊക്കെ നമ്മൾ തരണം ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ലൈഫിലൊരു എക്സ്പീരിയൻസാണ്. നീ ആഗ്രഹിച്ച പോലെ നിനക്ക് നല്ല സിനിമകളൊക്കെ കിട്ടട്ടെ. അപ്പോൾ നമ്മൾ പിരിഞ്ഞിരിക്കേണ്ടിയൊക്കെ വരും. ഇതൊക്കെ ഓവർകം ചെയ്യാൻ കുറച്ച് പാടാണ്, എന്നാലും യു ക്യാൻ എന്ന് പറഞ്ഞിട്ട് ശാരിക അങ്ങ് പോവുകയാണ്. അടുത്ത കട്ടപ്പ ശൈത്യമാണ്. ഇപ്പം നിൻ്റെ തലയിൽ നിന്ന് ഈ പറഞ്ഞ വ്യക്തിയോ ആ PR ഒക്കെ അങ്ങ് മറന്നേക്ക്. ഉടനെ നൂറ അത് ഞാൻ വിട്ട് ഫുള്ള് കള, അതൊന്നും ഇപ്പോൾ തലയിലെടുക്കല്. കാരണം എനിക്ക് ഈ PR പറയുമ്പോൾ ദേഷ്യം വരുന്നു. അത് വിട്ട് ഇനി നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുകയേ വേണ്ട. ആ ഒരു വിഷയമേ സംസാരിക്കേണ്ട, ആ ഒരു വ്യക്തിയെ പറ്റിയേ സംസാരിക്കേണ്ട. ലെക്സി എന്താ സംഭവിക്കുന്നത് നോക്കാം. എന്നുവെച്ചാൽ എല്ലാവരും കൂടെ വന്ന് ആഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഈ ഒരു മിഡ് വീക്ക് എവിഷനിൽ അനിമോൾ ഔട്ടാകുമെന്നായിരുന്നു എല്ലാവരുടെയും ധാരണ. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അവസാന ചാൻസാണ് ഫൈറ്റ് നോക്കിയത്. അപ്പോൾ ആ ഫൈറ്റിൽ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ അതെല്ലാം വിട്ടേക്കാമെന്ന് വിചാരിച്ച്. അതിലെന്തായാലും ഓക്കെ ആയിരിക്കും. അവളെപ്പറ്റി നീ ചിന്തിക്കേണ്ട, അവൾ ഓക്കെ ആയിരിക്കും. നീ അവളെപ്പറ്റി ഒന്നും ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കേണ്ട. ഇവിടെ ഇപ്പം ഞാനുണ്ട്, ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനും ചേച്ചിയൊക്കെ വന്നതിൻ്റെ പുറത്താണ് ഇത്രയും നെഗറ്റീവായിട്ട് അതിൽ ഇറങ്ങേണ്ടി വന്നത്. നീ ഒറ്റയ്ക്കല്ല കേട്ടോ. കുളിക്കുമ്പോൾ റെഡിയാവും. ഉടനെ ഒരു മൂത്ത ചേച്ചി ഉണ്ടല്ലോ, ഒരു സരിക, അത് പറയാം. നീ ഇനി ഒന്നുകൂടെ വിഷമിപ്പിക്കുകയാണോ? ഈ പറച്ചിൽ കേട്ടാൽ വിചാരിക്കും നൂറ ഇരുന്നങ്ങ് വിങ്ങി പൊട്ടി കരയാണ്. നൂറ ഉള്ളിൽ ചിരിക്കുകയാണ്. സരിക ഒന്നുകൂടെ വിഷമിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചപ്പം ശൈത്യ പറയാം, അല്ല, എന്തെങ്കിലും അവിടെ മനസ്സിലുണ്ടെങ്കിൽ. നോർമലി ഇവൾ കരയത്തില്ല. അല്ല, ഞാൻ പറഞ്ഞു കുളിക്കുമ്പോൾ ഒന്ന് ഓക്കെ ആവും. എന്നുവെച്ചാൽ ഇവൾ പെട്ടെന്ന് കരയുന്ന ഒരാളല്ല. ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ഞാൻ മനസ്സിലാക്കി എടുത്തോളം. ഉള്ളിൽ കരച്ചിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ നീ കരഞ്ഞ് തീർക്കുക. കരച്ചിൽ വരാത്ത ഒരാളെ കൊണ്ടങ്ങ് കരയിപ്പിക്കുക. മനസ്സിലിങ്ങനെ കല്ല് കെട്ടി കിടക്കുന്നതൊക്കെ ആവും. അത് നിൻ്റെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യും. ഇനി ഗെയിമില്ല, 2 ദിവസം കൂടെ ഉള്ളു. ആ കഴിഞ്ഞ എപ്പിസോഡിൽ, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന അതിൽ നൂറയും കൂടെ കെട്ടിപ്പിടിച്ച് അവർ കരഞ്ഞ് ആ ഒരു സീന്, ആ അതിലേക്ക് ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവും മാറി അവർ നല്ല ഫ്രണ്ട്സൊക്കെ ആയി ഒന്ന് ജില്ലായി വരുമായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം എഴുന്നള്ളത്ത്. അതോടെ എല്ലാം പോയി.